വയനാട് ഒഴിഞ്ഞ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക്. റായ്ബറേലി നിലനിർത്തേണ്ടതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കി ഉത്തർപ്രദേശ് PCCയും ഭൂരിഭാഗം നേതാക്കളും ഉന്നയിച്ച ആവശ്യത്തെ കേരള നേതാക്കൾ എതിർത്തില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തിയേക്കില്ല എന്നാണ് വിവരം. പാർട്ടിയും രാഹുൽ ഗാന്ധിയുമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നും KPCCക്ക് റോൾ ഇല്ലെന്നും KS സുധാകരൻ പ്രതികരിച്ചു. 17-നകം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. പ്രവർത്തക സമിതിയിൽ ഉത്തർപ്രദേശ് അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനുണ്ടായ വലിയ വിജയം ചർച്ച ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന ആലോചന വന്നത്. വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ച രാഹുൽ ഗാന്ധി ജൂൺ 17-ന് മുൻപ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ MP സ്ഥാനം രാജിവെക്കണം. ഉത്തർപ്രദേശിൽ പാർട്ടി നേടിയ വൻ വിജയം, റായ്ബറേലിയുമായി ഗാന്ധി കുടുംബത്തിനുള്ള വൈകാരിക ബന്ധം, പാർട്ടിയുടെ മുന്നോട്ടുപോക്കിന് നൽകുന്ന ഊർജം തുടങ്ങി നിലവിലെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം വിലയിരുത്തിയാണ് റായ്ബറേലി നിലനിർത്താനുള്ള തീരുമാനം. രാഹുൽ വയനാട്ടിൽ തുടരണമെന്ന ആഗ്രഹം പ്രവർത്തക സമിതിയിൽ പങ്കെടുത്ത കേരള നേതാക്കൾ പ്രകടിപ്പിച്ചു. വയനാട് ഒഴിയുന്നതിൽ രാഹുൽ ഗാന്ധി ഒട്ടും സന്തുഷ്ടരല്ല എന്നാണ് സൂചന. തർക്കമൊന്നുമില്ല, അത് വളരെ സ്മൂത്തായിട്ട് ആ പ്രശ്നം തീരും. രാഹുൽജിക്ക് തീരുമാനിക്കാം വേറെ ഹീവാണ് അദ്ദേഹം അത് പറഞ്ഞാൽ അതിലേക്കും തീരുമാനം. KPCCക്ക് അതിനകത്ത് അഭിപ്രായത്തിന് പ്രസക്തിയില്ല. KPCCക്ക് എന്താ പ്രസക്തി? എന്റെ അകത്ത് രാഹുൽജിയാണ് തീരുമാനിക്കേണ്ടത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപ് രാഹുൽ വയനാട്ടിലും റായ്ബറേലിയിലും ജനങ്ങൾക്ക് നന്ദി പറയാൻ എത്തും. അതായത് ഒരു സീറ്റിലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. 17-ാം തീയതിക്ക് മുമ്പ് ചെയ്യണം, തീരുമാനം എടുക്കണം. 17-ാം തീയതിക്ക് മുമ്പ് രാഹുൽ ഗാന്ധി തീരുമാനിക്കും റായ്ബറേലിയാണോ വയനാടാണോ. 2 സീറ്റും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാടിനോട് ഏറ്റവും വലിയ പ്രതിബദ്ധതയുണ്ട്. റായ്ബറേലി ഇന്ദിരാഗാന്ധി മുതൽ പ്രതിനിധാനം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് 2 സീറ്റും അതുപോലെ അമേത്തി ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതോടെ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമെന്ന ചോദ്യം ശക്തമായി. ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധിയുടെ പേരും ഉയർന്നു വരാമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് 24-നോട് പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിഞ്ഞാൽ പകരം ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ മത്സരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേരും പരിഗണിച്ചേക്കാം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥാനാർത്ഥിയാണ്. അതേസമയം തൃശൂരിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന K മുരളീധരനെ മത്സരിപ്പിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. മുസ്ലിം ലീഗും ഈ ആവശ്യത്തോട് യോജിക്കുന്നു. 24 ഡൽഹി. അപ്പോൾ രാഹുൽ ഗാന്ധി മണ്ഡലം വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നതിനെ പറ്റി വയനാട്ടിലെ വോട്ടേഴ്സിന്, ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. രാഹുൽ ഗാന്ധി വയനാടൻ ജനതയോട് കാണിച്ച് ഏറ്റവും വലിയ ചതി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് ആദ്യം ചെയ്യണമായിരുന്നു. റായ്ബറേലിയിൽ മത്സരിക്കുന്നു പറയുമ്പോൾ ആദ്യം തന്നെ ചെയ്ത് വയനാടൻ ജനതയോട് ഇങ്ങനെ ചതി ഒരിക്കലും ചെയ്യാൻ പാടില്ല. രാഹുൽ ഗാന്ധി ഞങ്ങൾക്കൊന്നും പറയാനില്ല. വയനാടൻ ജനതയെ വഞ്ചിച്ചിരിക്കുന്നു, വേറൊന്നും പറയാനില്ല ഇതിനകത്ത്. രാഹുൽ ഗാന്ധിയെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം രാജ്യത്തിന് വളരെ അനിവാര്യമായിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വയനാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചാലും കുഴപ്പമില്ല. അടുത്ത ഇലക്ഷനെ നേരിടാൻ വയനാട്ടിലെ ജനങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിന് വയനാട്ടിലെ ജനങ്ങൾ അദ്ദേഹം നിർത്തുന്ന സ്ഥാനാർത്ഥിയെ ഏറ്റെടുക്കും. ശരിയല്ലല്ലോ. നമുക്ക് എന്തായാലും നമ്മൾ ഒരായതുകൊണ്ടാണല്ലോ നമ്മളെ മൂപ്പരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അപ്പോൾ മൂപ്പര് ഇവിടുന്ന് റിയാക്ഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തായാലും വോട്ട് ചെയ്യില്ല. അതാണ് നമ്മളെ ആഗ്രഹം. അയാൾക്ക് സൗകര്യം അവിടെയാണല്ലോ, അപ്പോൾ വിടലായിരിക്കും ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നത്. പോകുന്നത് സന്തോഷമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവിടെയാണെങ്കിലും അവിടെയാണ് അവർക്ക് വരാനും പോകാനൊക്കെ സൗകര്യമുള്ളത്. ഇവിടെ എത്തിപ്പെടാനൊക്കെ പണിയാണ്. വയനാട്ടിൽ വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണ നടക്കുന്ന സംഭവമല്ലേ. 2 വലിയ ആൾക്കാരൊക്കെ 2 സ്ഥലത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഴിവാക്കുന്നത്. ഇതിപ്പോൾ നാളെ പുത്തിരിയൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പ്രിയങ്ക ഗാന്ധി വേണമെന്നാണ് അഭിപ്രായം. പക്ഷെ അതൊന്നും ഇപ്പം നടക്കില്ലല്ലോ. രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയാനാണ്, ഞങ്ങളൊക്കെ നല്ലൊരു MP സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളൊക്കെ നല്ലൊരു ആളെന്നുള്ള രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. പക്ഷേ വയനാടിനെ വഞ്ചിക്കുകയാണ് മൂപ്പർ ചെയ്തത്. അദ്ദേഹത്തിനെ പോലുള്ളൊരു നേതാവ് ഇവിടുന്ന് പോകുന്നതിനെ പറ്റി നമുക്ക് നല്ല വിഷമമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരി ഇവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷയും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങൾ വരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തിൽ എന്നതാണ്. വയനാട് സീറ്റ് ഒഴിവാക്കി റായ്ബറേലി സ്വന്തം മണ്ഡലമായി അങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് രാഹുൽ ഗാന്ധി. മുൻകാലങ്ങളിൽ അടൽ ബിഹാരി വാജ്പേയിയും സോണിയാഗാന്ധിയും നരേന്ദ്രമോദിയുമെല്ലാം 2 സീറ്റിൽ നിന്ന് മത്സരിക്കുകയും 1 സീറ്റ് ഒഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തിലേക്കാണ് ഇനി. 1951 ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഏതൊരു വ്യക്തിക്കും 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരേ സമയം മത്സരിക്കാനാകും. 2 മണ്ഡലങ്ങളിലും വിജയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് 14 ദിവസത്തിനകം ഒഴിയുകയും അവിടെ
ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് നിയമം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും മത്സരിച്ച് ജയിച്ചതുപോലെ മുൻപും പല പ്രമുഖ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം മണ്ഡലങ്ങളിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. 1991 പൊതുതെരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയി മധ്യപ്രദേശിലെ വിദിഷയിൽ നിന്നും ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നും മത്സരിച്ച് ജയിച്ചെങ്കിലും ലക്നൌ സീറ്റിൽ തുടരാനാണ് തീരുമാനിച്ചത്. 1996 പൊതുതെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ട വാജ്പേയി ലക്നൌവിൽ നിന്നും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നും മത്സരിച്ച് ജയിച്ചു. അന്നും ലക്നൌ മണ്ഡലത്തിൽ തുടരാനാണ് വാജ്പേയി തീരുമാനിച്ചത്. ഗാന്ധിനഗറിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 1999 കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിലും ഉത്തർപ്രദേശിലെ അമേഠിയിലും മത്സരിച്ചിരുന്നു. രണ്ടിടത്തും ജയിച്ചുവെങ്കിലും അമേഠിയിൽ തുടരാനായിരുന്നു സോണിയാഗാന്ധിയുടെ തീരുമാനം. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്നും മത്സരിച്ച് ജയിച്ചെങ്കിലും വാരാണസി സീറ്റ് നിലനിർത്തി. കഴിഞ്ഞ ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക് കാന്തബെഞ്ചിയിൽ നിന്നും ഹിഞ്ചിലിയിൽ നിന്നും മത്സരിച്ചിരുന്നു. ഹിഞ്ചിലിയിൽ വിജയിച്ചെങ്കിലും കാന്തബെഞ്ചിയിൽ പരാജയപ്പെട്ടു. ഒന്നിലധികം മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികൾ ഒരേ സ്ഥാനത്തിനായി മത്സരിക്കാൻ അനുവദിക്കുന്ന 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 33(7) വകുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24.